ഇതാണ് അവന്യൂസ് മാൾ. കുവൈറ്റിൻ്റെ ഒരു ലെങ്തി മാളാണ്. നടന്നാലും തീരാത്ത മാളുകളാണ് കുവൈറ്റിലുള്ളത്. പക്ഷേ ഇത് അതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ഒരു മാളാണ്. അവന്യൂ മാളിൽ ഇന്ന് വരാനുള്ള മെയിൻ കാരണം എന്നുള്ളത് അൽബൈക്ക് എന്ന ഒരു സൗദി റെസ്റ്റോറൻറ്റ് ശൃംഖലയുണ്ട്. ദേ ആർ വെരി ഫേമസ്. സോ റീസെൻ്റ്ലി UAE വന്നിരുന്നു. ഓൾമോസ്റ്റ് എവ്രിവെയർ UAE ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ ദുബൈ മാളിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് അബുദാബിയിലേക്കും എത്തി. അങ്ങനെ അൽബൈക്ക് കുവൈറ്റിലേക്കും എത്തിയിരിക്കുകയാണ്. സോ ആ ഒരു ഫുഡ് ചെയിനിൻ്റെ മാജിക് അറിയാൻ വേണ്ടി ആണ് ശരിക്കും ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. സോ നമ്മുടെ ഫ്രണ്ട്സുമുണ്ട് ഒന്നിച്ചിട്ട് അൽബൈക്കിൻ്റെ ആ ഒരു പ്രോഡക്റ്റ് അറിയാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു ശ്രമം. നമ്മളങ്ങനെ അൽബൈക്ക് ട്രൈ ചെയ്യാൻ പോവാണ്. സൗദിയിലെ പ്രമുഖ ബ്രാൻഡ് കുവൈത്തിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 2 വീക്സോളായി. നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ഭീകരമായ തിരക്ക് കാണുന്നുണ്ട്. എന്നാലും ഒരു 1 hour ഒക്കെ നിൽക്കേണ്ടി വരുന്നതാണ് പ്രതീക്ഷ. മേക്ക് എ ട്രൈ. 1974 സൗദിയിലെ ജദ്ദയിലാണ് അൽബൈക്ക് എന്നുള്ള ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏതൊരു ബ്രാൻഡിനെയും പോലെ ഇതിനും USP ഉണ്ടായിരുന്നു. അതായത് യുണീക്ക് സെല്ലിംഗ് പോയിൻറ്റ്. അത് ആദ്യത്തേത് ക്വിക്ക് കുക്കിംഗ് ആണ്. പെട്ടെന്ന് കുക്ക് ചെയ്ത് തരും. രണ്ടാമത്തേത് ക്വാളിറ്റി ഓഫ് ഫുഡാണ്. മൂന്നാമത്തേത് അഫോർഡബിലിറ്റിയാണ്. ചിലവ് കുറവാണ്. ഈ 3 കാര്യങ്ങൾ ചേർത്ത് അൽബൈക്ക് സൗദിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു സ്ട്രോങ് കൾട്ട് ബിൽഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതും ഈ ഒരു ബ്രാൻഡിൻ്റെ സക്സസ് തന്നെയാണ്. ചിക്കൻ, അതോടൊപ്പം ഷ്രിംപ്, ചെമ്മീൻ, ഫിഷ്, ഈ 3 തീമാണ് അവരുടെ ഫുഡിലുള്ളത്. അതോടൊപ്പം സൗദി ബേസ്ഡാണ്. സൗദി ലിമിറ്റഡ് ആയിരുന്നു. ഒരു ലോക്കൽ കൾട്ട് അവിടെ ബിൽഡ് ചെയ്തു. പിന്നീട് എക്സ്പോ 2020 കൂടി ഈ ഒരു ബ്രാൻഡ് UAE എൻ്റർ ചെയ്തു. ദുബൈ മാളിലും പിന്നീട് ഏകദേശം എല്ലാ മാളിലും ദുബൈയിൽ, അബുദാബിയിൽ, UAE അതിൻ്റെ പ്രസൻസ് വന്നു എന്നുള്ളത് അൽബൈക്കിൻ്റെ ഒരു സക്സസ് സ്റ്റോറിയുടെ തുടർച്ചയായിരുന്നു. ഇന്ന് ഇവിടെ കുവൈറ്റിൽ, അതും അവന്യൂസ് മാളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ 3 ഇൻഗ്രീഡിയൻസ് കൂടാതെ അൽബൈക്കിൻ്റെ സിഗ്നേച്ചറായ ഹ്യൂജ് ക്രൗഡ്. മണിക്കൂറുകൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് ഫുഡ് ലഭിക്കാറ്. സോ ആ ഒരു കാര്യം കുവൈറ്റിലും ആവർത്തിച്ചിരിക്കുകയാണ്.